മഞ്ചേരി ചന്തക്കുന്നിൽ കാലങ്ങളായി പ്രവർത്തിച്ചിരുന്ന മാവേലി സ്റ്റോർ ഒരു മുന്നറിയിപ്പുമില്ലാതെ അടച്ചുപൂട്ടിയതിൽ വ്യാപക പ്രതിഷേധം. സാധാരണക്കാർക്ക് സബ്സിഡി നിരക്കിൽ ഭക്ഷ്യവസ്തുക്കളും മറ്റും നൽകി വന്നിരുന്ന മാവേലി സ്റ്റോർ കഴിഞ്ഞ ദിവസമാണ് മുന്നറിയിപ്പില്ലാതെ പ്രവർത്തനം നിർത്തിവെച്ചത്. വിവരമറിയാതെ ഇന്നും നിരവധി പേരാണ് ഇവിടെയെത്തി നിരാശരായി മടങ്ങുന്നത്. 5 മണിക്കൊക്കെ ജോലി കഴിഞ്ഞ് വരുന്ന ആളുകൾക്ക് ഒരുപാട് ഉപകാരം ചെയ്യുന്നതായിരുന്നു മാവേലി സ്റ്റോർ ഇവിടെ ഉണ്ടായിരുന്നപ്പോൾ. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ആ ജോലി കഴിഞ്ഞ് വരുമ്പോൾ റേഷൻ കാർഡായിട്ട് 7 മണി വരെയാണ് ഇവിടെ ടൈം. ഇപ്പോൾ സാധനങ്ങളൊക്കെ വാങ്ങാനൊക്കെ കഴിയും. ഇപ്പോൾ ഇങ്ങനെ അടച്ചതുകൊണ്ട് ഒരുപാട് ആളുകൾക്ക് ബുദ്ധിമുട്ടുണ്ട്. കാരണം ഈ ചുറ്റുവട്ടത്തുള്ളതല്ല, ഒരുപാട് ദൂരത്തുനിന്ന് വരുന്ന ജോലിക്ക് പോയിട്ട് വരുന്നവർക്കൊക്കെ ഒരുപാട് ഉപകാരപ്രദമായിരുന്നതായിരുന്നു ഈ മാവേലി സ്റ്റോർ. കെട്ടിട പ്രവൃത്തി നടക്കുന്നതിനാൽ മാവേലി സ്റ്റോർ നിലമ്പൂർ റോഡിലെ സപ്ലൈകോ സൂപ്പർ മാർക്കറ്റുമായി ലിങ്ക് ചെയ്ത് പ്രവർത്തിക്കുന്നുവെന്ന പോസ്റ്റർ പതിച്ചിട്ടുണ്ട്. മഞ്ചേരി ഹിദായത്തുൽ മുസ്ലിമീൻ സഭയുടെ ഉടമസ്ഥതയിലുള്ളതാണ് കെട്ടിടം. വാടക സംബന്ധിച്ച തർക്കം മൂലം സ്ഥാപനത്തെ ഉടമകൾ ഒഴിപ്പിച്ചതാണെന്നാണ് പ്രാഥമിക വിവരം. ഒരുപാട് ആളുകൾ മഞ്ചേരിയിലും തൊട്ടടുത്ത പ്രദേശങ്ങളിലുള്ള ഒരുപാട് ആളുകൾ ആശ്രയിച്ചിരുന്ന ഒരു സ്ഥാപനമാണ് മഞ്ചേരി നഗരമധ്യത്തിലുള്ള ഈ മാവേലി സ്റ്റോർ. ഇത് പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ഇല്ലാതാവുകയാണ് ചെയ്തത്. ഒരു മുന്നറിയിപ്പും ഇല്ലാതെ, ഒരു അറിവുമില്ലാതെ പെട്ടെന്ന് എടുത്തുപോയത് ഒരുപാട് ആളുകളെ വലിയ പ്രതിസന്ധിയിലാക്കി. ഇപ്പോൾ കേൾക്കുന്നത് അങ്ങനെ ഒരു മാവേലി സ്റ്റോറേ ഇല്ല എന്നുള്ളതാണ്. ഈ ആളുകളുടെ ഈ ആശ്രയ കേന്ദ്രം ഇവിടെ തിരിച്ചു കൊണ്ടുവരണം, ആളുകളുടെ പ്രയാസങ്ങൾ ദൂരീകരിക്കണം എന്നാണ് പറയാനുള്ളത്. നഗരസഭയാണ് പുതിയ കെട്ടിട സൗകര്യം ഒരുക്കി നൽകേണ്ടത്. ഈ സാഹചര്യത്തിൽ മുനിസിപ്പൽ ബസ് ബേ കം ഷോപ്പിംഗ് കോംപ്ലക്സിൽ മാവേലി സ്റ്റോർ പ്രവർത്തിക്കുന്നതിനായി സ്ഥല സൗകര്യം ഒരുക്കി നൽകണമെന്ന ആവശ്യവും ഉയരുന്നുണ്ട്. ചന്തക്കുന്നിൽ നിന്നും 93 കേരള.